പറഞ്ഞിട്ടാണോ ആ പ്രവാചകന്മാർ വന്നത്? ആ തിന്മയിൽ മുങ്ങിപ്പോയ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ആ പ്രവാചകന്മാർക്ക് അള്ളാഹു ഏൽപ്പിച്ച മരുന്ന് ഏതാ? ഏതാ മരുന്ന് അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കും. ആ ജനങ്ങൾ നന്നാവും. ഞാൻ ഈ സമൂഹത്തോട് ചോദിക്കട്ടെ, എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നന്മയുടെ ഒരു മാറ്റം ഉണ്ടായത് എന്തുകൊണ്ടാ? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചുകൊണ്ടല്ലേ? ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ കഥ പറയട്ടെ. എനിക്കൊരു സുഹൃത്തുണ്ട്, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട സുഹൃത്താട്ടോ. ഞാൻ അയാളെ വല്ലാതെ ഒന്നും കണ്ടിട്ടില്ല, അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. അയാള് ചെറുപ്പത്തിലെ അതിസമ്പന്നനാ. ഗൾഫിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളാ, തൊട്ടതൊക്കെ പൊന്നായി മാറുക, നല്ല വരുമാനമുള്ള ആളാ, അതിസമ്പന്നൻ. അദ്ദേഹം ജീവിതം സുഖിച്ചാ ജീവിക്കല്. തായ്ലൻഡിലൊക്കെ പോയിട്ട് ഒരു മാസമൊക്കെ പാർക്കും, സുഖിക്കാൻ വേണ്ടി മാത്രം. ലോകത്തിന്റെ പല ഭാഗത്തേക്കും ടൂർ പോകും, സുഖിക്കാൻ. ഒരു പരിധിയില്ല, എന്തു ചെയ്യും, എല്ലാത്തിനും പണമുണ്ട്. അതുകൊണ്ട് ജീവിതം ആസ്വദിച്ച ആളാ. ഇടയ്ക്കെപ്പോഴോ അയാൾക്ക് ഇസ്ലാമിന്റെ വിളിയാളമുണ്ടായി. അദ്ദേഹം തൗഹീദിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരിക്കൽ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞേ, ഷാക്കിർ ഉസ്താദെ, ഞാന് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, നാഷണൽ ഹൈവേയുടെ പക്കത്ത് തന്നെയാണ്. ഞാൻ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്, 8 മുറികളുണ്ട്, വാടകയ്ക്ക് കൊടുക്കാനാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വരുമാനത്തിൽ നിന്നൊരു ഭാഗം ഞാൻ നിങ്ങളുടെ ചുങ്കത്തറയിലെ യതീംഖാനയിലേക്ക് വേണ്ടി എല്ലാ മാസവും തരാൻ കേട്ടോ. സന്തോഷായി, ആയിക്കോട്ടെ, അള്ളാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഷാക്കിർ ഉസ്താദെ, എന്റെ കെട്ടിടത്തിന് ഒരു വാടകക്കാര് വന്നിട്ടുണ്ട്, അവർക്ക് 8 റൂമുകളും അവർക്ക് വേണം, നല്ല വാടക തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ കൊടുക്കാത്തെ? അപ്പൊ അദ്ദേഹം പറയണേ, വാടകക്ക് ചോദിച്ചത് ഒരു ബാങ്കുകാരാണ്. ബാങ്കിന് ATM, ഓഫീസ്, ഗോഡൌണ്, ഇതിനൊക്കെ വേണ്ടി 8 റൂമും വേണം, നല്ല വാടക തരും. പക്ഷെ അത് ബാങ്ക് ആയതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വെറുതെ, അതെന്താ ബാങ്കുകാര് നിങ്ങൾക്ക് വാടക കിട്ടിയാ പോരെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കിട്ടുന്നത് എന്റെ വാടകയാവാം, പക്ഷേ ആ വാടകയ്ക്ക് വേണ്ടി അവർ പണമുണ്ടാക്കുന്നത് പലിശയിൽ നിന്നാണല്ലോ എന്നോർത്ത് ആ പലിശ പണത്തിന്റെ ഷെയർ എന്റെ മക്കൾക്ക് ഭക്ഷണമാക്കി കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്തില്ല. അയാൾ ചെറുപ്പത്തിൽ മദ്രസയിൽ പോയിട്ടില്ല, മാനമര്യാദക്ക് ഒരു സമ്മേളനത്തിൽ പോലും പോയിട്ടില്ല. പിന്നെ അയാളുടെ ഉള്ളിൽ ഈ ബോധോദയം ഉണ്ടായത് എങ്ങനെയാ? ക്ലാസ് എടുത്തു കൊടുത്തിട്ടല്ല, പഠിപ്പിച്ചിട്ടല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാക്കിയ മാറ്റമാണത്. നമ്മളെ കൂട്ടത്തില് ഒരാൾ ലേശം മയക്കുമരുന്ന്, കഞ്ചാവോ ഏതെങ്കിലും ഒരു മയക്കുമരുന്നിന് അടിമയായി വെക്കുക, ഏത് സമയത്തും മയക്കുമരുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ബഹളം വെക്കുക, അവസാനം വീട്ടിലും നാട്ടിലൊക്കെ ശല്യമായപ്പോ നമ്മളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ച്. എന്താ മാർഗം? മരുന്ന് കൊടുക്കും, ട്രീറ്റ്മെന്റ് കൊടുക്കും, അതിന് പറ്റിയ സ്ഥലങ്ങളുണ്ട്, അവിടെ കൊണ്ടുപോയി ചികിത്സിക്കും. 1-2 കൊല്ലം ചികിത്സിച്ച് ഇപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞ് പിന്നെ ഓണ കാണുന്ന എവിടെ? ഓന്റെ വണ്ടി ഉണ്ട്, കാറുണ്ട്, ബാറിന്റെ മുമ്പിൽ നിർത്തിയിട്ട്. അപ്പൊ എന്താടാ ഇത്രയും പൈസ ചെലവാക്കി ചികിത്സിച്ചിട്ട് എന്റെ നിർത്തിയില്ല? ഞാൻ നിർത്തിയിനി, പക്ഷെ ആ മഞ്ഞ ബോർഡ് കണ്ടപ്പോ, ആ ബാർ എന്ന് എഴുതിയ ബോർഡ് കണ്ടപ്പോ എനിക്ക് ഇറങ്ങിപ്പോവാൻ തോന്നി, ഞാൻ വീണ്ടും കുടിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത്, ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് മാർഗം സ്വീകരിച്ചാലും ഒരു 80% ആളുകളും ആ തിരിച്ചു പോകും. അത്ര പ്രയാസ. പക്ഷേ ലഹരി ജീവിതത്തിന്റെ ഭാഗമെന്ന് വിചാരിച്ച ഒരു നാടിനെ മുഴുവനും ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂല് എന്ത് മരുന്ന് കൊടുത്തിട്ടാ? ഏത് റസൂല് കൊടുത്ത മരുന്ന്? മക്കയില് 24 മണിക്കൂറും കുടിച്ച് ജീവിച്ചിരുന്ന ആ മക്കയിലെ മനുഷ്യന്മാരെ ജീവിതത്തിൽ മദ്യം തൊടാത്ത വിധം അവരെ മാറ്റാൻ റസൂല് കൊടുത്ത മരുന്ന് ഏതാ? പച്ചമരുന്നോ, ആയുർവേദ മരുന്നോ, ഏതാ അലോപ്പതി മരുന്നോ, ഹോമിയോ മരുന്നോ? ഏത് മരുന്നാ റസൂല് കൊടുത്തേ? ഏത് മരുന്നാ കൊടുത്ത്? ഏത് കൗൺസിലിംഗാ കൊടുത്ത്? ഏത് സെമിനാറാ നടത്തിയത്? എന്ത് സിംബോസിയ നടത്തിയത്? ഏത് ക്ലിപ്പാ പ്രദർശിപ്പിച്ചത്? ഏത് സിനിമ കാണിച്ചത്? എന്താ കാണിച്ചേ? ഒരൊറ്റ ആയത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിന്റെ ആദ്യ സമയത്ത് തന്നെ മുസ്ലിങ്ങളെ നിങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലേ ഒരൊറ്റ മനുഷ്യൻ മുസ്ലിം ആവൂല. പക്ഷേ റസൂല് പറഞ്ഞില്ല. കള്ളു കുടിച്ചുകൊണ്ട് തന്നെ അവർ നിസ്കരിക്കാൻ വന്നേ, കള്ളു കുടിച്ചുകൊണ്ട് അവർ മറ്റു കാര്യങ്ങൾ ചെയ്തത്. റസൂൽ അവരെ എതിർത്തില്ല.
എന്നാൽ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്ക് മനസ്സിലായപ്പോ റസൂല് പറഞ്ഞു, ആ അള്ള ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥനായ അള്ള, ആ അള്ള പറഞ്ഞിട്ടുണ്ട് കള്ള് കുടിക്കരുത്. നിർത്തി വായിലുള്ളത് പുറത്തേക്കാണ് തുപ്പി, ഇറക്കിയില്ല. ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിലുള്ളത് പുറത്തേക്കാണ് ചിന്തി. ഷോപ്പുകളിൽ ധാരാളം വീപ്പകളിൽ മദ്യത്തിന്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഒരാൾ പോലും പ്രവാചകന്റെ അടുത്ത് വന്ന് പറഞ്ഞില്ല, റസൂലെ ആ നിയമം ഒരാഴ്ചത്തേക്ക് ഫ്രീസ് ചെയ്യോ, ഞങ്ങളുടെ ഗോഡൌണുകളിൽ ഒരുപാട് രൂപയുടെ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്, അതൊന്ന് വിറ്റ് കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഈ നിയമം നടപ്പാക്കിക്കൂടെ എന്ന് ഒരാളും പറഞ്ഞില്ല. മദീനയുടെ റോഡിലൂടെ മദ്യത്തിന്റെ അരുവി ഒഴുകി എന്നാ പറഞ്ഞേ. അരുവി പറഞ്ഞ അറിയോ? ആ ചെറിയ തോടിങ്ങനെ ഒഴുകി. ഇനി രസം കേൾക്കണങ്ങൾക്ക്, ഈ മദ്യം കുടിക്കാതെ ജീവിക്കാൻ പറ്റാതിരുന്ന ആളുകള് പിന്നെ മദ്യം നിർത്തിയെന്ന് മാത്രല്ല, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സംശയം ചോദിക്കാൻ വന്നു. എന്താ സംശയം എന്നറിയോ? റസൂലേ, അങ്ങ് മദ്യം നിരോധിച്ചില്ലേ, അന്ന് ഞങ്ങള് വീട്ടിലുള്ള അസ്സലാമു അലൈക്കും